എറണാകുളം പറവൂരിൽ 42കാരി പുഴയിൽ ചാടി ജീവനൊടുക്കിയ സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. മരിച്ച ആശയെ ഭീഷണിപ്പെടുത്തിയ ബിന്ദുവിനും റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപിനുമെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തും. ആശയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അമ്മ ഇപ്പുറത്തെ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ അതിൻ്റെ പുറകെ ഞങ്ങൾ അമ്മനെ കാണാതായിക്കഴിഞ്ഞപ്പോൾ പുറകെ ചെന്ന് അപ്പോൾ അവിടെ അടുത്ത വീട്ടിലുള്ള അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് കണ്ടില്ല. അപ്പോൾ അതിനുശേഷം അപ്പുറത്തെ ഒരു പുഴയിരത്തോട്ട് പോകുന്നൊരു വഴിയുണ്ട്, അവിടെയും കൂടി നമ്മളൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡൗട്ട് വന്നിട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പുഴയെടുത്ത് നമ്മുടെ ചെരുപ്പ് ഒരു സൈഡിലായിട്ട് അമ്മ ഊരിയിട്ടാണ് രീതിയിൽ ചെരുപ്പ് കണ്ടായിരുന്നു. പ്രദീപ് എന്ന് പറഞ്ഞ ആളും അയാളുടെ ഭാര്യ ബിന്ദു പിന്നെ അവരുടെ മക്കൾ എല്ലാവരും കൂടി വന്ന് അമ്മയെ മാനസികമായിട്ട് ഭീഷണിപ്പെടുത്തുകയും അതേപോലെ തന്നെ പല രീതിയിലും ടോർച്ചർ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് അമ്മ ആത്മഹത്യക്കുറിച്ച് കുറിപ്പിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, ആശയുടെ ആത്മഹത്യ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രതികളായ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയ്ക്കുമെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തും. മറ്റെന്തെല്ലാമാണ് കേസന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ? അതോടൊപ്പം തന്നെ ആശയുടെ പോസ്റ്റ്മോർട്ടവും സംസ്കാരവും അടക്കമുള്ള നടപടികളെക്കുറിച്ച് എന്തെല്ലാം വിശദാംശങ്ങൾ നൽകാനുണ്ട്? അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ആശാ ബെന്നിയുടെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുക. ഏറ്റവും പ്രധാനമായി പോലീസ് അന്വേഷിക്കാൻ പോകുന്ന കാര്യങ്ങളിലൊന്നെന്ന് പറയുന്നത് ഈ ഒരു 10 ലക്ഷം രൂപയാണ് ബിന്ദു എന്ന് പറയുന്ന വട്ടിപ്പലിശക്കാരിയിൽ നിന്നും ആശാ ബെന്നി കടമായി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ തിരിച്ച് 30 ലക്ഷത്തോളം രൂപ നൽകി എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ നൽകിയ പണമെല്ലാം പൈസയായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഈ ഒരു സംഭവത്തിന് ശേഷം ഈ പറയുന്ന ബിന്ദുവിനെയും ഭർത്താവിനെയും കാണാനില്ല, ഒളിവിലാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടായിരിക്കും. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങളായി ഇത്തരത്തിൽ വട്ടിപ്പലിശക്കാരെ കുറിച്ചെല്ലാം തന്നെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ ആ ലിസ്റ്റിലൊന്നും ഇങ്ങനെ ഈ ബിന്ദുവും അതോടൊപ്പം തന്നെ ഈ ഭർത്താവും ഇല്ല എന്നുള്ള ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തിലെല്ലാം തന്നെ കൂടുതൽ അന്വേഷണങ്ങളെല്ലാം ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആശാ ബെന്നിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുന്നു. മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകിയിട്ടുണ്ട്. എന്തായാലും സംസ്കാരം 3:30 കൂടിയാണ് നടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ വളരെ ദാരുണമായി ഇത്ര ഒരുപാട് തവണ ഭീഷണിപ്പെടുത്തുകയും വീട്ടിലടക്കം വന്ന് ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് അടക്കം ഈ ബിന്ദുവും ഭർത്താവും പോയിട്ടുള്ള ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് പറയുന്നത്. എന്തായാലും ഈ ഒരു കേസിൽ അന്വേഷണം നടക്കുമ്പോൾ വലിയ രീതിയിൽ തന്നെ ഇക്കാര്യത്തിലെല്ലാം തന്നെ വെല്ലുവിളിച്ചതും അതോടൊപ്പം ഇവരെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള പ്രവണതകളെല്ലാം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബിന്ദുവിന്റെ ഭർത്താവ് മുൻപും കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ പോലീസ് നടപടികളെല്ലാം നേരിട്ടിട്ടുള്ള ഒരാളാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പോലീസിൽ നിന്ന് വിരമിച്ച് ഇത്തരത്തിൽ ഓട്ടോ ഓടിക്കുന്ന ജോലിയായി എല്ലാം നടന്നിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിയമ നടപടി ഈ ഒരു കേസിൽ മുൻപുണ്ടായ 2018 ഒരു കേസുമായി ബന്ധപ്പെട്ടെല്ലാം നിയമ നടപടിയെല്ലാം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു പിൽക്കാലം എടുത്തു നോക്കുമ്പോൾ പോലും അവിടെ ഇത്തരത്തിലൊരു മോശം ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യത്തിൽ ഏർപ്പെട്ടു, ഒരു കൈക്കൂലി നടപടിയെല്ലാം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇക്കാര്യത്തിലെല്ലാം കൂടുതൽ അന്വേഷണം ഉണ്ടായിരിക്കും. ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ കൃത്യമായി ഇവരെ മാനസികമായി ബിന്ദുവിന്റെയും ഒരു തവണ ആത്മഹത്യയ്ക്ക് ഈ ആശാ ബെന്നി ശ്രമിക്കുന്നു. അതിനുശേഷമാണ് കുടുംബം ഇത്തരത്തിൽ ഈ ഒരു വട്ടിപ്പലിശക്കാരിയായിട്ടുള്ള ബിന്ദുവും അല്ലെങ്കിൽ ഇവരിൽ നിന്നും ഇത്ര പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നത്. ഇവരുടെ ഭർത്താവും മകനും എല്ലാം അതിനുശേഷമാണ് അറിയുന്നത്. തുടർന്നാണ് ഇക്കാര്യങ്ങളെല്ലാം കുടുംബമടക്കമുള്ളവർ അറിയുന്ന ഒരു സാഹചര്യം ുമ്പോഴും
പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെത്തുമ്പോഴും അവിടെ എത്തിയിട്ട് പോലും ഈ ഒരു ബിന്ദുവും ഭർത്താവും വലിയ രീതിയിൽ ആക്രോശം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇവരെ വെല്ലുവിളിക്കുന്ന ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലും വലിയ രീതിയിൽ വാക്കുതർക്കമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ആത്മഹത്യക്കടക്കം ശ്രമിച്ച് അതിൽ നിന്നും രക്ഷപ്പെട്ട ഒരു യുവതിയുടെ വീട്ടിൽ വന്ന് ഇത്തരത്തിൽ വലിയ രീതിയിൽ ആക്രോശിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ ഈ ബിന്ദുവും ഭർത്താവും എല്ലാം കടന്നിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിലെല്ലാം തന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തും എന്നുള്ള ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുക. വൈകുന്നേരം ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പറവൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നിരുന്നത്. അതിനുശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകിയിട്ടുണ്ട്. ഇനി 3:30 കൂടിയാണ് ഈ ആശയുടെ സംസ്കാരം. അതുല്യ. ഇപ്പോൾ ആശയ ബെന്നിയുടെ ആത്മഹത്യയിൽ പ്രത്യേക സംഘം അന്വേഷണ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രതികളായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപിനും ഭാര്യ ബിന്ദുവിനുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തും. അതുപോലെ തന്നെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വിജിതയാണ്.